ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് ആ സോഷ്യലിസ്റ്റ് ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അന്തരാനെ കണ്ട പോലെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കില്ലേ, ഇതുപോലെ BJP ആക്കിയില്ലേ, പിന്നെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രശ്നമായിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. പിന്നെ ഇത് ഇപ്പോൾ കാവ്യവൽക്കരിക്കുന്നു. ഇതിങ്ങനെ പ്രശാസിഷ്ടമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും എന്നെ കമ്മ്യൂണിസ്റ്റാക്കും, ചിലർ കോൺഗ്രസ് ആക്കും, ചിലരെന്നെ കാവ്യക്കാരനാക്കും, കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആക്കും. ഇങ്ങനെ ആരാക്കിയാലും എന്തിനാ ഞാൻ ഇടതിനെ എന്തിനാ വിമർശിക്കാൻ പറഞ്ഞല്ലോ. ഇടത് ചെയ്യാഞ്ഞവനാണ് തോറ്റുപോയത്. ഞാൻ പറഞ്ഞില്ലേ, ഇടത് എന്തിനാണ് ഈ പാലസ്തീൻ പ്രശ്നമൊക്കെ പഠിച്ചുകൊണ്ട് മുസ്ലിമിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പോയിട്ട് എന്ത് കിട്ടി? അതൊക്കെ അവർക്ക് വലിയ പരാജയമല്ലേ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പാവപ്പെട്ടവന് കിറ്റ് കൊടുത്തിട്ടിരുന്നതാണ്. അതുപോലെ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല? 1600 രൂപ പെൻഷൻ കൊടുത്തിട്ടിരുന്ന പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ എന്തുകൊണ്ട് പെൻഷൻ കുടിശ്ശേ കിടക്കുന്നു? ഇതൊക്കെ ഞാൻ അവരെ പറ്റി പറഞ്ഞതല്ലേ. അതുപോലെ പ്രാതിനിധ്യം ഈ പറഞ്ഞില്ലേ, മുസ്ലിംപ്പെട്ടവർക്ക് 5 കൊടുത്തപ്പോഴും ഈ 9 MP-മാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ വിപ്ലവ പാർട്ടിയും ഗാന്ധി പാർട്ടിയും ഒരൊറ്റ പട്ടികജാതി പിന്നോക്കക്കാരെ അവർ നോമിനേറ്റ് ചെയ്തില്ല. ഇത് വായിക്കുമ്പോൾ വരികൾക്കിടയിൽ കൂടി ഞാൻ ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടും അധസ്ഥിത വിഭാഗങ്ങളുടെ പാർട്ടിയും അവരുടെ ആശയവും ആവേശവുമാണ് ഞാൻ പറയുന്നത്. എന്നെ എവിടെയെങ്കിലും കൊണ്ട് നാണി അടിക്കാൻ നോക്കണ്ട.